नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 84. വസുദേവർക്ക് ആധ്യാത്മികോപദേശം. ദേവകിക്ക് നഷ്ടപുത്രന്മാരുടെ പുനർലബ്ധി. പേജ് നമ്പർ 830. ഈ വസ്തുത ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ ഭംഗിയായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ ഭഗവാൻ പറയുന്നു, നമ്മുടെ നിർവ്യക്തിക രൂപത്തിൽ നാം ഭൗതിക ശക്തിയിലെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. സർവവും നമ്മിൽ വിശ്രാന്തമായിരിക്കുന്നു. പക്ഷേ നാം അവിടെങ്ങുമില്ലതാനും. ഇതേ കാര്യം തന്നെ വസുദേവരും പറഞ്ഞിട്ടുണ്ട്. എങ്ങുമില്ലെന്നു പറഞ്ഞാൽ എല്ലാറ്റിലും നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു എന്നാണർത്ഥം. അദ്ദേഹത്തിൻ്റെ ശക്തി എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്ര പൂർണ്ണമല്ലാത്ത ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരു വലിയ സ്ഥാപനത്തിൽ ശക്തി അഥവാ മേലധികാരിയുടെ പ്രവർത്തന സംവിധാനം വ്യാപാരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സാക്ഷാൽ ഉടമ അവിടൊക്കെ ഹാജരുണ്ട് എന്നല്ല. അതേസമയം ഓരോ വകുപ്പിലും എല്ലാ അന്തരീക്ഷത്തിലും ഉടമയുടെ സാന്നിധ്യം ജോലിക്കാരന് അനുഭവപ്പെടുന്നുണ്ടുതാനും. ഓരോ വകുപ്പിലും ഉടമയുടെ നേരിട്ടുള്ള സാന്നിധ്യം കേവലം ഔപചാരികത മാത്രമാണ്. അയാളുടെ ശക്തി എല്ലായിടത്തും പ്രവർത്തിക്കുന്നു എന്നാണ് വാസ്തവം. അതുപോലെ പരമപുമാന്റെ സർവവ്യാപിത്വം അദ്ദേഹത്തിൻ്റെ ശക്തികളുടെ പ്രവർത്തനത്തിൽ അനുഭൂതമാകുന്നു. അതിനാൽ സർവേശ്വരനുമായി ഏകകാലത്തു തന്നെയുള്ള അഗോചരമായ ദ്വൈതാദ്വൈത ഭാവം എന്ന തത്വം സർവത്ര സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ ഒന്നേയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ശക്തികൾ പലതാണ്. വസുദേവർ പറഞ്ഞു, ഭൗതിക ലോകം ഒഴുകിപ്പോകുന്ന ഒരു നദി പോലെയാണ്. സത്വം, രജസ്, തമസ് എന്നീ പ്രകൃതിയുടെ 3 ഭൗതിക ഗുണങ്ങളാണ് അതിലെ അലകൾ. ഭൗതിക ശരീരം, ഇന്ദ്രിയങ്ങൾ, ചിന്തിക്കാനും ഇച്ഛിക്കാനും വികാരം കൊള്ളാനുമുള്ള കഴിവുകൾ, സുഖം, ദുഃഖം, ആസക്തി, കാമം എന്നീ വിവിധങ്ങളായ അവസ്ഥാഭേദങ്ങൾ എല്ലാം ഈ ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ഭൗതിക പ്രത്യാഘാതങ്ങൾക്കൊക്കെ അതീതമായുള്ള അവിടുത്തെ അതീന്ദ്രിയ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികൾ ഫലാപേക്ഷയോട് കൂടിയ കർമ്മങ്ങളുടെ ഊരാക്കുടുക്കിൽ തന്നെ രക്ഷപ്പെടാൻ ഒരു സന്ദർഭം കിട്ടാതെ
തുടർന്നും കഴിഞ്ഞുകൂടുന്നു. ഈ കാര്യവും മറ്റൊരു രീതിയിൽ ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തെയും കർമ്മങ്ങളെയും അറിയുന്നയാൾ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്നു മുക്തനായി സ്വഗൃഹത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കൃഷ്ണന്റെ അതീന്ദ്രിയമായ നാമം, രൂപം, പ്രവർത്തനങ്ങൾ, ഗുണങ്ങൾ എന്നിവയൊന്നും ഈ ഭൗതിക പ്രകൃതിയുടെ ഉത്പന്നങ്ങളല്ല. ഹരേ കൃഷ്ണ.